ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. ഇന്ന് നമുക്ക് സുമീസ് കിച്ചണിലൂടെ ഒരു സ്പെഷ്യൽ പഴം അടയാണ് റെഡിയാക്കാൻ പോകുന്നത്. ഈ പഴം അട റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പൊടി എന്ന് പറയുന്നത് ഈ അമൃതം പൊടി. അതായത് 6 മാസം മുതൽ പ്രായമുള്ള കുട്ടികൾക്ക് അംഗൻവാടി വഴി ഗവൺമെൻറ് സപ്ലൈ ചെയ്യുന്ന ഒരു പൊടിയാണ് ഇത്. ഗോതമ്പ് പൊടി പോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കാവുന്ന എല്ലാ ഐറ്റംസും ഇത് വെച്ചും ഉണ്ടാക്കാം. ഇത് എല്ലാവർക്കും കിട്ടില്ല, ചെറിയ കുട്ടികളുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ചെറിയ കുട്ടികളില്ലാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ സാധാ അട ഉണ്ടാക്കുന്ന പോലെ. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് അമൃതം പൊടിയാണ്. ഇത് കൂടാതെ അരമുറി തേങ്ങ കുത്തി എടുത്തത്, അരമുറി തേങ്ങ ചിരണ്ടി എടുത്തത്, മൊത്തം ഒരു തേങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ അടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാളയംകുടം എന്ന് പറയുന്ന ഒരു പഴമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ പാളയംകുടം പഴത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വളരെ പഴുത്ത് നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതുകൊണ്ടാണ് ഞാനിത് ഈ അടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ഇത്രയും പഴുപ്പായിട്ടുണ്ടെങ്കിൽ ആ പഴമൊക്കെ നമ്മളെടുത്ത് കളയും. അത് അങ്ങനെ കളയാതെ നമുക്കതൊരു അടയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ശർക്കര പാനിയാക്കിയത്. ഇത് ഏലക്കപ്പൊടിയാണ്. 3 ഏലക്കയാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഇതും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് അപ്പോൾ നമ്മുടെ പഴമടയുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്കാണ് പൊടി എടുക്കുന്നത്. ഈ പൊടിക്ക് നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശർക്കരയൊക്കെ അതിൻ്റെ പാകത്തിന് നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. ഗോതമ്പ് പൊടിയൊക്കെ യൂസ് ചെയ്യുന്നവർ നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. നമുക്കതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത്. ഈ പഴം നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ചേർക്കാം. നമുക്ക് ഈ പഴം അടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുക്കാം. അവസാനമായി ഏലക്ക. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇപ്പോൾ നല്ല പാകത്തിനുള്ള മാവായി. ഇനി നമുക്ക് ഇതൊരു ഇലയിലാക്കി ഇഡ്ഡലി ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഇതൊരു വാഴയിലയിൽ എടുക്കാം. ഇത് ഇലയിൽ മൊത്തം പരത്തിക്കഴിഞ്ഞു. അതിനുശേഷം ഇങ്ങനെ മടക്കി നമുക്ക് ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ അട ചെമ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നന്നായിട്ട് വെന്ത് പാകത്തിനായി അട ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഇനി നല്ല പഴുത്ത പഴങ്ങളൊന്നും ഇനി വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് അടയാക്കി എടുക്കാം. സോ താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.